ഹലോ, ഇറ്റ്സ് മീ രേഖ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നുമല്ല, നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, സവോളയാണ്. പിന്നെ നമ്മൾ അരി വേകാൻ വെച്ചിട്ടുണ്ട്, അരി വേവായിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ബീൻസും ക്യാരറ്റും സവോളയൊക്കെ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അരി വെന്തിട്ടുണ്ട് കേട്ടോ. അരി വെന്ത് നമ്മൾ പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ മുട്ട നമുക്ക് ചിക്കി എടുക്കണമല്ലോ. അപ്പോൾ അത് ചിക്കി എടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം പാകമായി കഴിയുമ്പോഴത്തേക്കും ലേശം കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ലേശം സൺഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പകുതി വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ടയും നമ്മൾ ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഘട്ടങ്ങളാണ് നമ്മൾ ചോറ് ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ച് ആഡ് ചെയ്തിട്ട് ഇളക്കി വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ ഇളക്കി. അപ്പം എന്ത് ചെയ്യും, നമുക്ക് സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.